എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ പരിപാടി തേങ്ങയരലാണ്. ഇന്നിപ്പോൾ രാത്രി ആട്ടോ വീഡിയോ എടുക്കണേ. ഇന്നിപ്പോൾ രാത്രിയിലത്തെ വീഡിയോ ആണ് നമുക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അത് വരും, അത് കണ്ടു കാണുമല്ലോ നമ്മൾ. പിന്നെ അപ്പോൾ രാത്രി ആയപ്പോൾ വെറുതെ തോന്നി എന്നാൽ എടുത്ത് കളഞ്ഞേക്കാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കുറച്ച് ഇരിപ്പുണ്ട്, പക്ഷേ കറിയൊന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? കറിയില്ലാണ്ട് രക്ഷയില്ലല്ലോ. അപ്പോൾ ഇനി ചോറിന് കറി ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചുകൂട്ടാനും തോരണോ മെഴുക്കുവരട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കേണ്ടത്. അല്ലെങ്കിൽ ചോറിനെ പിടിച്ച് കഞ്ഞിയാക്കണം, അപ്പോൾ ചമ്മന്തി അരയ്ക്കണം, പപ്പടം കാച്ചണം, പിന്നെന്താ മെഴുക്കുവരട്ടി തോന്നുന്നത് വേണമെങ്കിൽ അല്ലെങ്കിൽ അച്ചാർ, അങ്ങനെയൊക്കെ ഞാൻ മാറി മാറിക്കൊണ്ടിരിക്കും. ചോറെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു രക്ഷയില്ല അല്ലേ. ചോറിന് കൂട്ടാൻ കഞ്ഞിക്ക് കൂട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി പിന്നെ ഒപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒക്കെ പോട്ടെ, നമുക്കപ്പോൾ തേങ്ങ ഉണ്ടാക്കണം. തേങ്ങ ഇന്ന് കാലത്ത് എൻ്റെ തേങ്ങയാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബാക്കി. അപ്പോൾ ഇത് കാലത്ത് പറഞ്ഞില്ലേ നമ്മൾ, സോറി ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഇത് കോട് വന്നേക്കണത് എന്താണ്, നമ്മുടെ മുള പൊട്ടില്ലേ അതാ. പക്ഷെ കഴിക്കാനൊന്നും പറ്റില്ലായിരുന്നു അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചിരണ്ടിയിട്ട് വരാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടേ ഇങ്ങനെ തണുപ്പടിച്ചിട്ട് വെള്ളം കഴുകി ഞാൻ വന്ന്, എന്നാലും ചിരണ്ടിയിട്ട് പോകുന്നില്ല. പിന്നെ ഇപ്പോൾ എടുക്കുന്ന 2 ദിവസമായിട്ട് എടുക്കുന്ന രീതി എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായല്ലോ കേട്ടോ. നമ്മൾ മുമ്പ് ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് മാറ്റി വേറെ മോഡലിലേക്ക് വേറെയിലേക്ക് അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞും പറഞ്ഞ് വീണ്ടും നമ്മുടെ അടുക്കള പരിപാടിയിലേക്ക് വന്നു. അന്നൊക്കെ കൂട്ടാത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഓരോ ദിവസം ഓരോ കറികൾ ഉണ്ടാക്കണതിൻ്റെയൊക്കെ ചെയ്യുന്നുണ്ടോ. പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ, എങ്ങനെയുണ്ടെന്ന് പറയാൻ വേണം എന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന കറികളൊക്കെ തന്നെയാണ്. സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കാണാം നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത് കാണാം. അവിടെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാം. പിന്നെ തൊട്ടിപ്പുറത്ത് അനിയത്തിയുടെ വീട്, ഇത് എല്ലാം കാണണല്ലേ. ഇത് അനിയത്തിയുടെ വീട് അപ്പുറത്തേക്ക് തുറന്നു കഴിഞ്ഞാൽ കാണണേ. അപ്പം എന്നും രാത്രി ചേച്ചിക്ക് പണിയെന്ന് പറയും, അല്ലെങ്കിൽ വല്യമ്മയ്ക്ക് പണിയെന്ന് പറയും പിള്ളേര്. കാരണം കുക്കർ പോകണമെന്ന് വെച്ചാൽ അടുപ്പത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വേവണം മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പറയും ചേച്ചിക്ക് പകരൊന്നുമല്ല പണി, രാത്രിയാണ് 11 മണിയായാലും ശരി അടുക്കളയിൽ ഉണ്ടാകുന്നത്. സത്യം അത്. അമ്മയോടൊപ്പം പറയൂട്ടോ. അമ്മ പറയുമായിരുന്നു, ഓ ഇവക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ അറിയില്ല എന്ന് പറയും. അന്നിപ്പോൾ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനുകൾ പുതിയത് വെച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, ഇന്നലത്തെ ഉണ്ടെങ്കിൽ ഇന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ. അമ്മയും കൂട്ടുകൂട്ടോ, പാവടാ ആ കൂട്ടുമായിരുന്നു. എന്നാലും അങ്ങനെയല്ലല്ലോ. അപ്പം അമ്മയും പറയും, ഇപ്പം ഇവർ ഇവിടുന്ന് പറയും രാത്രി ആയി കഴിയുമ്പോൾ തുടങ്ങുമായി അംഗം മതി. നമുക്കതിലേക്ക് 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് അരയ്ക്കാം. അപ്പോൾ വെള്ള കളർ ചട്നിയായി. ഇതിന് ഉള്ളിയൊന്നും വേണ്ടല്ലോ. തേങ്ങ ചിരണ്ടേണ്ട താമസമുള്ളൂ അരയ്ക്കാൻ. പിന്നെ ഉണ്ടല്ലോ ഈ പച്ചമുളക് നമ്മൾ ചട്നിക്ക് അരയ്ക്കുന്ന സമയത്ത്, പച്ചമുളക് ചട്നി അരക്കില്ല, വെള്ള ചട്നി, അത് അരയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പച്ചമുളക് അരയ്ക്കാണ്ട് ലാസ്റ്റ് തേങ്ങ അരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചട്നിക്ക് പച്ചമുളക് അരച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല വെളുത്ത ചട്നി ആയിട്ടിരിക്കും. ആ നേരത്ത് നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ പച്ചമുളകും കൂടെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കിട്ടും. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ രീതിയിൽ അരയ്ക്കാം. രണ്ട് ടേസ്റ്റും ആയിരിക്കും കേട്ടോ. എനിക്ക് ഇവിടങ്ങളിൽ ഹോട്ടലുകളിൽ പോയാൽ കിട്ടുന്ന ചട്നി കറക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആദ്യം തേങ്ങ അരയ്ക്കുക, എന്നിട്ട് ലാസ്റ്റിൽ ആ മുളകും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് ഒന്ന് അരച്ചെടുത്തേക്കുക. അപ്പോൾ നല്ല ഹോട്ടലിലെ ചട്നി കിട്ടും. ഇഞ്ചി ഇടുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇഞ്ചി ആദ്യം തന്നെ ഇടാം, പ്രശ്നമില്ല. ഉപ്പൂടാം. പച്ചമുളക് ഇടുമ്പോൾ പച്ചമുളകിൻ്റെ ഒരു കളറുണ്ടല്ലോ, ആ കളറ് വരും. ഒരു കൂട്ടർ എന്നോട് എന്നോട് ചോദിച്ചിരുന്നു എൻ്റെ ചട്നി കണ്ടിട്ട്, അയ്യോ വെളുത്തിരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അതിൻ്റെ ടേസ്റ്റ് അറിയണം, വെളുത്തിരിക്കണമെന്ന് വെച്ചിട്ട് ടേസ്റ്റ് ഇല്ലയെന്ന് വന്നില്ല. കുട്ടി നോക്കിയാലും അറിയാം, ഇവിടെ നമ്മൾ ഹോട്ടലുകളൊക്കെ പോയാൽ കിട്ടണത് അങ്ങനത്തെ ചട്നിയാണ്, അങ്ങനെ അരയ്ക്കണം ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ പച്ചക്കളർ വേണം. അപ്പോൾ കളർ വേണമെന്നുള്ളവർക്ക് പച്ചക്കളറിൽ അരയ്ക്കാം, അല്ലാത്തവർക്ക് വെളുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. പുറത്ത് നല്ല മഴയുണ്ട്. എങ്ങനെയുണ്ട് മഴ? അടിപൊളി അല്ലേ? പക്ഷേ ഒരുപാട് അപകടങ്ങളൊക്കെ കേൾക്കേണ്ട, ആർക്കൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ ചെയ്യുന്നത്. മഴയൊക്കെ പെയ്തോട്ടെ, മഴയും വേണം വെള്ളവും വേണം.
ഇടിയും പേടിയാ, ഇടിയും തന്നെ പേടിയാട്ടെ. അപകടങ്ങൾ നടക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നും, സങ്കടം തോന്നും. നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള കാര്യമില്ല. പറഞ്ഞു തന്നിട്ടേ ഞാൻ ഉപ്പിടാൻ പറഞ്ഞു, ഞാൻ ഉപ്പില്ലാത്ത മതിയാവില്ലേ. കണ്ടോ വെള്ള ചട്നി, വെള്ള കളറിൽ തന്നെ ഇരിക്കും. ഇനിയിപ്പം ഈ പച്ചമുളക് ഇട്ട് ഒന്നടിച്ചെടുത്താൽ മതി. ആ പച്ചമുളക് അറിയാൻ മാത്രം, അപ്പോൾ കളർ കിട്ടില്ല. ചട്നി റെഡി. ഇനി അത് ഒഴിച്ചു വയ്ക്കാൻ പാത്രം എടുക്കട്ടെ. എന്താണെന്നറിയോ, ടൊമാറ്റോ ചട്നി കൂടെ വേണം. അത്രയും കൂടെ ചുവന്ന ചട്നി, തേങ്ങ ചുവന്ന ചട്നി അല്ല, നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന തക്കാളി ചട്നി ഇല്ലേ അത്. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചട്നി അരയ്ക്കുമ്പോൾ വെണ്ണ പോലെ അരയ്ക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുവിധം നല്ലോണം അറിയാം, പക്ഷെ വെണ്ണ പോലെ ആവാണ്ടിരുന്നാലും നല്ലതാണ്, നല്ലൊരു ടേസ്റ്റാണ്. അത് പിന്നെയും മണ്ണുണ്ട്. മഴ ഇങ്ങനെ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെയ്യും, നിൽക്കും, വീണ്ടും പെയ്യും. ആ വെള്ളം ഇറങ്ങാനുള്ള സമയം കൊടുത്തിട്ടാണ് ഈ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേട്ടോ. അതുകൊണ്ട് ശല്യമില്ല നമുക്ക്. ഇനി നമ്മുടെ സവാള, ഗിരിഗിരി സവാളയ്ക്ക് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ചീഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മുകളിലേക്ക്. ഇത്രയും കൊണ്ട് കളഞ്ഞ് വരുമ്പോഴേക്കും ഒന്നും കിട്ടാണ്ടാവില്ല. വേറൊരു സവാള കൂടി കിട്ടുന്നു. സവാളയൊക്കെ ചീഞ്ഞതൊന്നും പെട്ടെന്ന് അറിയാൻ പറ്റില്ല അല്ലേ. മഴ ഇങ്ങനെ പോവുകയാണെങ്കിൽ തിങ്കളാഴ്ച അവധി ആയിരിക്കും അല്ലേ. ഇങ്ങനെ മഴ ചെയ്ത് കഴിഞ്ഞാൽ അവധി കൊടുത്താലും മതി, സമാധാനമായിട്ടിരിക്കാമല്ലോ. ആർക്കും ഒരു അവധി വരാതിരിക്കട്ടെ. മുള വന്നിട്ടുണ്ട്, ചെറിയ ചീയൽ, അതായത് മുളയ്ക്കാൻ തുടങ്ങിയോണ്ടുള്ളതാണത്. മുള വന്നിട്ടില്ല, എന്നാലൊരു കളർ വ്യത്യാസം, ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് മുളയ്ക്കാനായ ഉള്ളിയത് അതാണ്. കളയേണ്ട ഭാഗത്തിനുള്ള മുളയൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ലോണം മുളകൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നേരെ കൊണ്ട് കുഴിച്ചിട്ടാൽ മതി കേട്ടോ. നമുക്ക് ഇതില്ലേ, എന്താ പറയുക, ഉള്ളിത്തണ്ട് തോരനൊക്കെ വയ്ക്കാനായിട്ടൊക്കെ വാങ്ങിച്ചില്ലേ നമ്മൾ, വലിയ ഉള്ളിത്തണ്ട്, അങ്ങനെ കിട്ടും. ചെറിയ ഉള്ളിയാണെങ്കിലും സവാളയാണെങ്കിലും ശരി. ചീഞ്ഞു മുളക് വന്നു തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചട്ടിയിലോ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇലവില്ല. വന്നേല മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് നല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴൊക്കെ അതിലേക്കൊക്കെ ഇടാനും കുറേയൊക്കെ ഉണ്ട്. ഒരുപാട് നട്ടിട്ടുണ്ടെങ്കിൽ തോരനൊക്കെ വയ്ക്കാം. അപ്പോൾ അതിലേക്ക് ഈ കളയാൻ നിൽക്കണ്ട, ഉള്ളി കേടായി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കൊണ്ടേ നട്ടോളൂ. എല്ലാ ചട്നിയും കൂടി ഒരു ചട്നിയാക്കാം അല്ലേ. നമ്മുടെ സ്ഥിരം പല്ലവിയായ ഈ മുറിക്കൽ. പിന്നെ മുളക്, പച്ചമുളക് വേണ്ട, വറ്റൽമുളകോ ചുവന്ന മുളകോ അങ്ങനെ എന്തെങ്കിലും കളർ മുളക് ചേർക്കുക. എന്നിട്ട് നമുക്കവിടെ ഇതിനൊന്ന് വാട്ടി വെച്ചിട്ടേ ആവശ്യപ്പെടാൻ തുടങ്ങണം. 7 മണിക്ക് കഴിക്കണമെന്നൊക്കെ പറയാറുണ്ട്, 7 മണിക്ക് കഴിക്കാറുണ്ട്. എല്ലാം കഴിഞ്ഞിപ്പോൾ അതെ ഇതിപ്പോൾ ഇനി 8 മണി എന്നുള്ളത് 8:30, 9:00ത്തേക്കൊക്കെ കടക്കുന്നുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് വാട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായല്ലോ. എന്താ ഒരു തക്കാളി കറി ഇല്ലേ? തക്കാളി കറിയിലേക്ക് ഓടിച്ചുള്ളൂ. തക്കാളി ഇവിടെ ഉണ്ട്. തക്കാളി ഒരെണ്ണമുണ്ട്. ഒരു തക്കാളി ഞാൻ എടുത്തു, ഒരു തക്കാളി ഉണ്ട്. ഇനി അത് വാങ്ങിയാവില്ല നിങ്ങൾക്ക്? ഒന്നല്ല, 2 ഉണ്ട്. തക്കാളി എടുത്തപ്പോൾ തക്കാളി തീർന്നു സംശയം. അതിന് വേറെ എന്താണ് മുളകും, വറ്റൽമുളകും തക്കാളിയും കൂടെ
പച്ചമുളക് കുതിർത്തിയിട്ട് തക്കാളി കൂടെ ചേർത്തിട്ട് അരക്കും, പേസ്റ്റ് പോലെ അരച്ചെടുക്കും. എന്നിട്ട് നമ്മൾ മസാല ദോശ ഉണ്ടാക്കില്ലേ, മസാല ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ ദോശയിൽ ഇങ്ങനെ തട്ടി കൊടുക്കും. നല്ലതാട്ടോ. പക്ഷെ എനിക്ക് എരിവ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കൂട്ടില്ല. അവർക്ക് 2 പേർക്കും ഇഷ്ടമായിട്ട് അവർ കഴിക്കും. ഹോട്ടലുകളിൽ ചില സ്ഥലത്തുനിന്ന് അങ്ങനെ കിട്ടുന്നുണ്ട്. അതേപോലെ ചട്നിയും അതേപോലെ തന്നെ നമ്മൾ ദോശയിൽ തേച്ച് കൊടുത്താൽ നല്ലതാണ്. ഈ മസാല ഉരുളക്കിഴങ്ങ് മസാല വെച്ചില്ലേ, അത് കൂടാണ്ട് ഇത് രണ്ടും കൂടെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരും മസാല ദോശ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്നി അരയ്ക്കാനാണ് തക്കാളി വെച്ചിരുന്നത്. തീർന്നാൽ അതിന് കൊടുത്തുവിടും. ഞാനിപ്പോൾ കടയിൽ പോകേണ്ടി വരും. എന്തായാലും തക്കാളി 2.5 തക്കാളി ഇരിപ്പുണ്ടാവും ധാരാളം. അല്ല, ഇത് പറഞ്ഞു വന്ന ഇതിനെ എന്താ വെച്ചാൽ ഉപ്പിട്ടോ ഇല്ലയോ മറന്നുപോയി. എനിക്കൊരു ഡൗട്ടുണ്ട്, ഞാൻ ഇട്ടുകൊണ്ട് സംശയം ഇല്ലാന്നും തോന്നുന്നുണ്ട്. എന്തായാലും ലാസ്റ്റ് നോക്കാം നമുക്ക്. അപ്പോൾ ഉള്ളിയൊക്കെ ഒരു ദിവസം വാടി കളഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടാം. ഇത് ഈ ദിവസം ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും നമുക്ക് കുറച്ച് നേരം വെച്ചറടിച്ച് കിട്ടാമല്ലോ അതിൻ്റെ പുറകിൽ അല്ലേ. ഇഷ്ടമായാൽ പറയണം കേട്ടോ, അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇന്നത്തെ മഴ എന്നെ അമ്പലത്തിലേക്ക് വിട്ടില്ല. മഴ കാരണമല്ല കേട്ടോ പോകാഞ്ഞത്. എനിക്കെന്തോ കാലിന് ഒരു ഇവിടെ സൈഡ് കൊണ്ട് ഇങ്ങനെ വേദനയാവുക. അപ്പം ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് നല്ല വേദനയുണ്ട്, രാവിലെ എണീറ്റപ്പോഴും ഉണ്ട്. പിന്നെ ഓയിൽമെൻ്റൊക്കെ പറ്റി കുറവായി. പക്ഷേ മഴയത്ത് കുളിച്ച് പോകണ്ടെന്ന് നിർബന്ധം, പോകല്ലേ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ പോകണ്ടല്ല, കുളിച്ച് കഴിഞ്ഞിട്ട് തല കുളിച്ചിട്ട് കുടി കഴിഞ്ഞാൽ കുറയില്ലേ. അപ്പം അതാണ് ഞാൻ പിന്നെ തല കുളിച്ചില്ലെന്ന്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളത്തിൽ എല്ലാം കഴുകി. അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി. ഇനി നാളെയും നോക്കണം, കുറവില്ലെങ്കിൽ നാളെയും കൂടെ അങ്ങനെ തന്നെ പോകണം. എന്നിട്ട് മറ്റന്നാൾ സമയം അമ്പലത്തിൽ പോകുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ദോശക്കല്ലിനെ കഴുകിയിട്ട് വരാം. ഇത് നല്ല ഇരുമ്പിൻ്റെ പോലത്തെ ദോശക്കല്ലാട്ടോ, ദൈവം ഇരുമ്പ. പക്ഷെ വലിയ കല്ല, പ്രസ്റ്റീജിൻ്റെ ഇത്. ഞാൻ ഇന്നാൾ എൻ്റെ ദോശക്കല്ല് പോയി കഴിഞ്ഞത് പ്രസ്റ്റീജല്ലേ, അല്ലല്ല പീജിയോണിൻ്റെ കല്ല ഇത്. നല്ല കല്ല. ചപ്പാത്തിയും ചുടാം, വലിയ ചപ്പാത്തി ഇടാം, വലിയ ദോശ, മസാല ദോശക്കൊക്കെ വലിയ ദോശ ഇടാമല്ലോ നമുക്ക്, അങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും. പക്ഷേ നല്ല വെയിറ്റാണ്, ഒറ്റ കയ്യിൽ താങ്ങുമെങ്കിൽ താങ്ങും എന്ന് പറയാനേ ഉള്ളൂ. നല്ല വെയിറ്റുള്ള കല്ല്, നല്ല കല്ല്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ കല്ലിൻ്റെ ലിങ്ക് നോക്കട്ടെ ഞാൻ കേട്ടോ, പീജിയോണിൻ്റെ ദോശക്കല്ല് കാണുവാണെങ്കിൽ ഇടാം കേട്ടോ. കഴിയുമ്പോൾ നല്ല സുന്ദര കുട്ടനായ വേണ്ട. നമ്മൾ ദോശയൊക്കെ ചപ്പാത്തിയൊക്കെ ചൂന്നിട്ട് ഒരു പാത്രത്തിൽ ഒരു കല്ല് 2 കല്ലുണ്ട്. എന്നാലും ചിലപ്പോൾ ഒരു കല്ല് തന്നെ ചുടണമെങ്കിലേ ഈ ചപ്പാത്തി ഇട്ട കല്ലിൽ ദോശ ഇടുമ്പോൾ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മെഴുക്കേപ്പൊടി തന്നെ വെച്ചിരുന്നിട്ട് ആവശ്യമുള്ളപ്പോൾ കഴുകിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പിടിക്കുക. പിന്നെ നമുക്ക് പിടിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു കഷ്ണം ഉള്ളി എടുത്തിട്ട് എണ്ണയിൽ മുക്കി കല്ലുമ്പോൾ തേച്ചാൽ മതി. 2-3 ദിവസം ഒന്നവരെയും തേച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, പിടുത്തം മാറും. അപ്പോൾ നമ്മുടെ തക്കാളി കുട്ടികളും വാടി വന്നിട്ട് നമുക്ക് ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഒരു ഇത്തിരി പുളി കൂടെ ചേർക്കാം. തക്കാളിക്ക് പുളി എത്ര ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ദോശമാവ് കാഴ്ച അരച്ചാണെങ്കിൽ നമ്മൾ പുളിച്ച് വന്നിട്ടില്ല. അപ്പം അത് പരിഹരിക്കാനായിട്ട് നമുക്കൊരു കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദോശയ്ക്ക് പുളിയില്ലായിക പരിഹരിച്ചു വരാം. ഇപ്പോൾ ചുവന്ന മറ്റേ ഉള്ളിയൊക്കെ ഇട്ട് നടക്കുന്ന തേങ്ങാച്ചമ്മന്തി ആണെങ്കിൽ അതിൽ നമ്മൾ ഇത് ചേർത്താൽ മതി, എന്താ പറയുക, പുളി ചേർത്താലും മതി. ദോശയ്ക്ക് പുളിയില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇത് അരച്ച് വരുമ്പോൾ ഇത്തിരി കട്ടിയിൽ വരുമോ, ഇത്തിരി വെള്ളം ചേർക്കും. അങ്ങനെ വെള്ളം ചേർക്കുമ്പോൾ ഉപ്പാണെങ്കിൽ അപ്പം ചേർക്കാം നമുക്ക്. ഇനി നമ്മുടെ ദോശക്കുട്ടിയിലുള്ള വലിയതൊക്കെ എടുത്തോണ്ട് വരട്ടെ. നല്ല കട്ടി കാണുന്നുണ്ട് മാവ്, ഞാൻ അരച്ച് വെച്ചതാണ്. വേണമെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തോട് നേരമായിരിക്കണമെന്ന് പറഞ്ഞ പോലെ രാവിലെ 8 മണിക്ക് അരച്ച മാവ് രാത്രി 8 മണി കുളിച്ചിട്ടേ ഇല്ല. ഈ മഴ കൊണ്ടാണത്. ഇത്രയും ദൂരെ നിന്നാകുമ്പോൾ ദോശ കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ.
അപ്പോൾ ഈ മാവ് കൊണ്ട് ഏകദേശം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നിറച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പാടാവും. കാരണം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ അത്രയും ഫ്ലെയിമല്ലേ പടർന്നു വരുള്ളൂ. അതുകൊണ്ട് വേവ് സൈഡിലേക്ക് വേവാൻ ഇത്തിരി പണിയെടുത്ത് തരും. ഇത് തന്നെ ഇത്തിരി പണിയാണ് സൈഡിലേക്ക് വേവാൻ, ഇത്ര വലുതാക്കിയാൽ തന്നെ. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കും അങ്ങോട്ട്. അപ്പം ഇന്ന് രാത്രിത്തെ പരിപാടി ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ചട്നി കടുക് വറക്കണം. കടുക് വറക്കണമെങ്കിൽ കരിവേപ്പില എടുക്കണം. ഇല്ലെങ്കിൽ കൊള്ളില്ലെന്നേ ചട്നിക്ക് കരിവേപ്പില ഇല്ലെങ്കിൽ. പിന്നെ മുറ്റത്ത് തന്നെ നിൽക്കണം. ഇപ്പം മഴ ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ കരിവേപ്പില എടുത്തിട്ട് വന്നാൽ ചട്നി കടുക് വറക്കാം. പിന്നെ ഈ ചമ്മന്തി നമ്മുടെ തക്കാളി ഉള്ളി ചട്നി ഉണ്ടല്ലോ, അത് കടുക് വറക്കണമെങ്കിൽ കടുക് വറക്കാം. നിർബന്ധമൊന്നുമില്ല, നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. രണ്ട് തരത്തിലും എടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ നെയ്യില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, വേഗം മുരിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്തിരി എണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ എണ്ണയല്ല ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയാണ് കേട്ടോ. വേറൊന്നുമല്ല, വിഷ്ണു എണ്ണ തേച്ച് കഴിഞ്ഞാൽ അവന് ഇഷ്ടമല്ല എന്ന് പറയും ടേസ്റ്റ്. അതുകൊണ്ട് എണ്ണ എടുക്കുന്നില്ല, വെളിച്ചെണ്ണയിലാണ് കൊടുക്കുക. നല്ലോണം മൊരിഞ്ഞു ഇല്ലെങ്കിലും പ്രശ്നമാണ്. മസാല ഇരിപ്പുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ മസാല ദോശ പോലെ ആക്കി എടുക്കാം. ഒരു പ്ലേറ്റ് റെഡിയാക്കി വെക്കട്ടെ. ചുട്ട് വയ്ക്കാൻ പ്ലേറ്റ് വേണ്ടേ? കാണാൻ പറ്റില്ല അല്ലേ? അത് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നീ മറിച്ചിട്ട് കൊടുക്കാം. തീ കുറയ്ക്കില്ലെങ്കിൽ കരിക്കും. ഈ കല്ല് ചൂട്ടി പിടിക്കാത്തതല്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തോ പിടിക്കണ്ട്. ഇന്ന് രാവിലെ അല്ലേ, നല്ല കല്ലായിരുന്നു. ഇത് കാര്യം ചെയ്യാം. നമ്മൾ പറഞ്ഞ ഉള്ളിപ്പരിപാടി എടുക്കാം. ചെറിയ ഉള്ളി മതി, സവാള വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഈ തുമ്പുവശം ഒന്ന് കണ്ടിച്ചിട്ടേ തോല് കളഞ്ഞ് ഞെട്ട അവിടെ നിർത്തിയാൽ മതി. ഇത് കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഈ നീര് അതിലേക്ക് പറ്റും എണ്ണയിൽ നോക്കി തേക്കുമ്പോൾ. ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ നമുക്ക് സൗകര്യമാകും. ഉള്ളിയിട്ട് തേച്ച് കൊടുക്കാം. കൈ കൊള്ളുന്നൊക്കെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ വെല്ലുവിളി എടുത്തോളണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചൂട് കല്ലിലേക്ക് വെള്ളം തളിക്കാൻ കണ്ടിട്ടില്ലേ, ചൂട് വെച്ച് അടിക്കാൻ കണ്ടിട്ടില്ലേ കടക്കാർ. എന്തിനാണെന്നറിയാം, പെട്ടെന്ന് പരത്താൻ പറ്റും നമുക്ക്. അതാ ഒന്ന് ചൂട് കുറയും, എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ചൂട് കുറയാനില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അത്രയും വട്ടം എടുത്തില്ലേ, ഒന്ന് വട്ടം കുറച്ചു, എന്നിട്ട് ഇത്തിരി കട്ടി കൂട്ടി. അത് 2-3 പ്രാവശ്യം ദോശ ഇടുമ്പോൾ ഇങ്ങനെ ഉള്ളി തട്ടി കൊടുത്താൽ മതി. പിന്നെ കട്ടിൻ്റെ ഒരു വട്ടം കൂട്ടി ചുടാൻ പറ്റും, ഇടാൻ ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കാണ്ട് ചപ്പാത്തി ഇട്ടിട്ട് എണ്ണ വെട്ടാണ്ട് വെച്ചതാണോ കാര്യം. എന്തായാലും രണ്ടാമത്തെ ദോശ ആദ്യത്തേത് വേഗം ഇട്ടേക്കാം. ഉള്ളി തേച്ചുകൊണ്ട് ആ ചപ്പാത്തി ഇട്ടിട്ട് വെച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ ചമ്മന്തി കടുക് കൊടുക്കട്ടെ, കൊടുക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൂടി നമുക്ക് നിർത്താം. അല്ലാതെ വീഡിയോ എടുക്കുന്നവരും സമയം വൈകും ആയി റെഡിയായി വരാനായിട്ടേ. അപ്പോൾ ഇത് കഴിക്കാൻ ആൾ താഴെ എത്തി. അപ്പോൾ 2 പച്ചമുളക് മഴയത്ത് ഓട്ടിപ്പോയി ഒരു 2 കരിവേപ്പില എടുത്തുകൊണ്ട് വന്നു. ഇനി അത് അങ്ങോട്ട് കടുക് വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ
ഇന്നത്തെ അത്താഴമായി. അപ്പം കടുക് വറുക്കുന്നതുകൊണ്ട് നിർത്തുവാണേ. ബൈ. തിരക്ക് കൂടിയിട്ട് എവിടെ ഇരിക്കും, കാരണം ഒന്നും കാണില്ല. കരിവേപ്പില കഴുകണമെന്നൊന്നുമില്ല, നല്ല കരിവേപ്പിലയാണ്, മഴ നനഞ്ഞിട്ട് അത് ഒന്ന് കഴുകിയേക്കാം. അങ്ങനെ കുഴപ്പമില്ല, ചട്ടിട്ട് വന്നാൽ മതി. അപ്പോൾ റെഡി. ചട്നിയോടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടില്ല, അത് ശരിയല്ല. നേരത്തെ കഴിക്കണം. ആരോഗ്യ സംരക്ഷണം. തമിഴിലൊക്കെ 6 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കും, 7 മണിക്ക് മുമ്പൊക്കെ കഴിക്കും. എന്നാ പോലെ എന്നോട് പറയും ഇങ്ങനത്തെ കഴിക്കാനൊക്കെ. ഇങ്ങനത്തെ വേണ്ട, 10 മണി എത്രയൊക്കെ. അപ്പോൾ തൽക്കാലം നിർത്തിക്കോട്ടെ.